ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും നമസ്കാരം. 4th സ്റ്റാൻഡേർഡിൻ്റെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ 3 ചാപ്റ്ററിൻ്റെ യൂണിറ്റ് ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്പർ 1, ശരിയായ പദം ഏത്? അപ്പോൾ ഓപ്ഷൻ വായിച്ച് നോക്കുക. ശരിയായ പദം അനുബന്ധം. നമ്പർ 2, പ്രാചീന കവിയത്രത്തിൽ പെട്ട കവി. ഓപ്ഷൻ കുമാരനാശാൻ, എഴുത്തച്ഛൻ, ഉള്ളൂർ, വള്ളത്തോൾ. ആൻസർ എഴുത്തച്ഛൻ. നമ്പർ 3, ശരിയല്ലാത്ത ജോഡി ഏത്? ഓപ്ഷൻ സന്തോഷം, അസന്തോഷം, ഭംഗി, അഭംഗി, സത്യം, അസത്യം, നീതി, അനീതി. ഇതിൽ ശരിയല്ലാത്ത ജോഡി സന്തോഷം, അസന്തോഷം. നമ്പർ 4, മുഖത്തിൻ്റെ സമാനാർത്ഥമല്ലാത്ത പദം. ആനനം, വദനം, പയസ്, ഹാസ്യം. ആൻസർ പയസ്. ആൻസർ പയസ്. നമ്പർ 5, ONV കുറിപ്പിൻ്റേതല്ലാത്ത കൃതി ഏത്? ഓപ്ഷൻ ഉപ്പ്, ഭൂമിക്കൊരു ചരമഗീതം, ഉജ്ജയിനി, പൂതപ്പാട്ട്. ആൻസർ പൂതപ്പാട്ട്. നമ്പർ 6, നിത്യചൈതന്യയുടെ ആദ്യത്തെ പേര്. ഓപ്ഷൻ വായിച്ചു നോക്കുക. ആൻസർ ജയചന്ദ്രൻ. നമ്പർ 7, കനിവി എന്നതിൻ്റെ സമാന പദം ഏത്? കനിവി എന്നതിൻ്റെ സമാന പദം ദയ. നമ്പർ 8, കൃഷ്ണഗാഥയുടെ കർത്താവ്. ആൻസർ ചെറുശ്ശേരി. കൃഷ്ണഗാഥയുടെ കർത്താവ് ചെറുശ്ശേരി. നമ്പർ 9, കേയുമല്ലോ എന്ന പദം പിരിച്ചെഴുതിയാൽ. ആൻസർ കേയും പ്ലസ് അല്ലോ. നമ്പർ 10, വ്യാഹതി എന്ന പദത്തിന് അർത്ഥമായി വരുന്നത്. ആൻസർ തടസ്സം. ആൻസർ തടസ്സം. നെക്സ്റ്റ് 1, ചേരുംപടി ചേർക്കുക. അഞ്ചിതം, വൃത്തി, കൈതവം, നിറമോലും, ക്ഷുഭിതൻ. ആൻസർ അഞ്ചിതം മനോഹരം, വൃദ്ധി വളർച്ച, കൈതവം കള്ളം, നിറമോലും നിറമുള്ള, ക്ഷുഭിതൻ ക്ഷോഭിച്ചവൻ. നെക്സ്റ്റ് 1, ഉത്തരം എഴുതുക. നമ്പർ 1, മൈനയുടെ പാട്ട് കേട്ട് മരത്തിനുണ്ടായ മാറ്റം എന്താണ്? ആൻസർ അതിലുണങ്ങിയും മുരടിച്ചും നിന്ന ഇലകളെല്ലാം പൊഴിഞ്ഞു താഴെ വീണു. അതിനു പകരം പട്ടുപോലെ മൃദുലമായ ഇലകൾ ആ കൊമ്പിലാകെ വന്നു നിറഞ്ഞു. ഉണങ്ങി മുരടിച്ച വൃദ്ധയെപ്പോലെ നിന്ന ആ മാവ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നിറയെ മാവില കൊണ്ട് പൊതിഞ്ഞു എന്നു മാത്രമല്ല, കൊമ്പിൻ്റെ അറ്റത്തെല്ലാം പൂക്കുലകളും കാണാറായി. നമ്പർ 2, ഒറ്റക്കൈയിൽ വെണ്ണ കിട്ടിയപ്പോൾ കണ്ണൻ പറഞ്ഞതെന്ത്? ആൻസർ ഒരു കൈയിൽ മാത്രം വെണ്ണ തന്നാൽ മറ്റേ കൈ കണ്ടിട്ട് കേഴുമല്ലോ. നമ്പർ 3, ലൈലക്കും കുട്ടനും അമ്മ പറഞ്ഞു കൊടുത്ത പാഠം എന്ത്? ഒരു പീഡയെറുമ്പിനും വരുത്തരുത് എന്നാണ് അമ്മ പറഞ്ഞു കൊടുത്ത പാഠം. നമ്പർ 4, പൊടിമീനിൻ നിര പോലെ കൂട്ടുകാർ എന്നതിൻ്റെ പ്രയോഗഭംഗി വിശദമാക്കുക. ആൻസർ കുട്ടികൾ മഴവെള്ളച്ചാലിലൂടെ വരി വരിയായി പോകുന്നത് കണ്ടപ്പോൾ കവിക്ക് പൊടിമീൻ പോകുന്നത് തോന്നി. നെക്സ്റ്റ് 1, ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. മഴയുടെ മേളം. തുടി കൊട്ടുന്നു, മാനത്ത് വെടി പൊട്ടുന്നു, മാനത്ത് ഹയ്യട ഹയ്യ, കേട്ടില്ലേ മഴയുടെ മേളം, മാനത്ത് പൂത്തിരി കത്തണ്, മാനത്ത് ലാത്തിരി കത്തണ്, മാനത്ത് ഹയ്യട ഹയ്യ, കേട്ടില്ലേ മഴയുടെ പൂരം, മാനത്ത് മഴവിൽ കാവടി, മാനത്ത് മയിലാടുന്നു, തായത്ത് ഹയ്യട ഹയ്യ, കണ്ടില്ലേ പൂമഴ പുതുമഴ, എന്തു രസം. ഇത് എഴുതിയത് CP പള്ളിപ്പുറം. എങ്ങനെയാണ് ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതുക എന്ന് നമുക്ക് നോക്കാം. കുറേ ഹിൻറ്റുകൾ ഇവിടെ തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ച് എങ്ങനെ ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് കവിതയുടെ പേരെഴുതണം. ഈ കവിതയുടെ പേര് മഴയുടെ മേളം. രണ്ടാമതായിട്ട് കവിയുടെ പേരെഴുതണം. മൂന്നാമതായിട്ട് കവിതയുടെ ആശയം ചുരുക്കി എഴുതുക. കവിതയുടെ ആശയം ചുരുക്കി എഴുതുക. ഈ കവിതയിൽ ഏതെല്ലാം കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് എഴുതുക.
എന്തിനെക്കുറിച്ചാണ് കവിതയിൽ വർണ്ണിക്കുന്നത്, അപ്പം നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചാണ് മനസ്സിലായത് അത് എഴുതുക. ആറാമതായിട്ട് കവിതയിൽ നിങ്ങളുടെ മനസ്സിനെ ആകർഷിച്ച കാര്യങ്ങൾ, ഏത് വരിയാണ് നിങ്ങൾക്ക് ആകർഷിച്ചത്, അപ്പോൾ അതിനെക്കുറിച്ച് എഴുതുക. വായിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവം, അപ്പം കവിത വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താണോ തോന്നിയത് അത് അതിൽ എഴുതുക. കവിതയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ എഴുതുക. നിങ്ങൾക്ക് ഏത് വരിയാണ് കവിതയിൽ ഇഷ്ടപ്പെട്ടത് ആ വരികൾ എഴുതുക. വരികൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതും എഴുതുക. എന്തുകൊണ്ടാണ് ഈ വരി നിങ്ങൾക്ക് ഇഷ്ടമായത് എന്നുള്ളത് നിങ്ങളുടെ ഭാഷയിൽ എഴുതുക. ഇതിൽ പറഞ്ഞ ഹിൻറ്റുകൾ ഉപയോഗിച്ച് നിങ്ങളും ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ആസ്വാദനക്കുറിപ്പിൻ്റെ ഈ ക്ലാസ് എൻ്റെ സ്ക്രീൻ നൽകാം, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാസ് കാണാവുന്നതാണ്. നെക്സ്റ്റ് വൺ, മറക്കാനാവാത്ത ഒരു അനുഭവക്കുറിപ്പ് തയ്യാറാക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവം ഉണ്ടായത് എഴുതാനാണ് പറഞ്ഞത്. അത് എങ്ങനെ എഴുതണമെന്നും അതിൻ്റെ ആൻസറും എൻ്റെ സ്ക്രീനിൽ നൽകാം, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാസ് കാണാവുന്നതാണ്. ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയ ക്ലാസ് ലഭിക്കാനായിട്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.